ഹായ് ഫ്രണ്ട്സ്, ഞങ്ങളുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണ് പാടിയെ? ഇന്നത്തെ വീഡിയോ ഞങ്ങൾ ഇവിടെ എൻ്റെ ഒരു കൂട്ടുകാരിയിൽ ചീനമുളകുണ്ട് കേട്ടോ. അപ്പോൾ അത് പൊട്ടിച്ച് വന്ന് കുറച്ച് സുർക്കിലിടണം. അപ്പോൾ കുറേ ദിവസമായിട്ട് എന്നും പോകണം എന്ന് വിചാരിക്കും. അപ്പോൾ പോകാൻ പറ്റുന്നില്ല. അപ്പോൾ ഓരോരോ തിരക്ക് കാരണം പോകാൻ പറ്റിയില്ല. അപ്പോൾ ഇന്ന് എന്തായാലും പണികളൊക്കെ ഒരുങ്ങിയപ്പോൾ അവിടെ പോയിട്ട് ചീനമുളക് പൊട്ടിച്ചുകൊണ്ടാന്ന് നോക്കി. അപ്പോൾ ഞാൻ നേരെ വീഡിയോയ്ക്ക് പോകാം കേട്ടോ. ടാറ്റ കൊടുത്ത അമ്പാടി ടാറ്റ കൊടുത്ത ടാറ്റ കൊടുത്ത ടാറ്റ ടാറ്റ കൊടുക്കേ പോവാണേ. ടാറ്റ കൊടുക്കേ. ഒന്ന് ചിരിച്ചെടുത്ത ഒന്ന് ചിരിച്ചെടുത്ത ചിരിക്കേ ഒന്ന് ചിരിച്ചെടുത്ത. ഹായ് പറഞ്ഞ, ഹലോ പറഞ്ഞ, ഹലോ പറയേ. അമ്പാടിനെ അതിൽ കാണുന്നുണ്ടോ? എന്നെ അതിൽ കാണുന്നുണ്ടോ? ഓന് പൊട്ട് തൊടാൻ സമ്മതിച്ചു, കണ്ണെഴുതാൻ സമ്മതിച്ചു. അപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് ഞാൻ ആ ബോക്സിലിട്ടച്ചിരുന്നു കേട്ടോ ഐബ്രോ ഒക്കെ. അപ്പോൾ ആൾക്ക് എടുത്ത് കളിക്കാൻ കൊടുക്കാൻ വേണ്ടിയിട്ട് കരയായിരുന്നു. അപ്പോൾ ഞാൻ അടച്ചിട്ട് കൊടുത്തു. താൻ പറഞ്ഞിരുന്ന നേരം വേഗം കഴിച്ചിട്ട് വേഗം നടന്നു പോകാം കേട്ടോ. ചീനമുളക് പൊട്ടിക്കാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ എൻ്റെ വീട്ടിൽ നിന്ന് കുറച്ച് നടന്നു പോകണം കേട്ടോ. അപ്പോൾ കുറേ ആയിട്ട് ഇങ്ങനെ വിളിക്കണം, അവിടെ ചീനമുളക് ഉണ്ട്, വേണമെങ്കിൽ പൊട്ടിച്ച് കൊണ്ടുപോയിട്ട് സുർക്കിലിട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഓരോരോ തിരക്ക് കാരണം പോകാൻ പറ്റില്ല. അപ്പോൾ എന്തായാലും പണികളൊക്കെ ഒരുങ്ങിയപ്പോൾ എന്നാൽ പോയി പൊട്ടിച്ചു കൊടുത്തിട്ട് സുർക്കിലിടാന്ന് ചെയ്തിട്ടോ. അപ്പോൾ ഞാൻ പേരയ്ക്ക നിൽക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ 4-5 പേരയ്ക്കൊക്കെ പൊട്ടിച്ചു. നല്ല മൂത്ത പേരയ്ക്ക ഉണ്ടായിരുന്നു. കുറേ കിളികൾ ഇങ്ങനെ കൊത്തി തിന്നിട്ടേ. അപ്പോൾ അതൊക്കെ പൊട്ടിച്ച് അതൊക്കെ തിന്നു. പിന്നെ ഞാൻ പോയി ചീനമുളക് ഉണ്ടായിരുന്നു, കുറേ കുഞ്ഞ് ചീനമുളക് കേട്ടോ, അരിച്ചീനയാണ് കേട്ടോ. അപ്പോൾ പൊട്ടിക്കാൻ ഭയങ്കര പണിയാണ്. അപ്പോൾ ഞാൻ എന്നാലും അമ്പാടിയാണെങ്കിൽ ഓരോ അടുത്തേക്ക് പോകണില്ല. ഓനെ ഒക്കത്ത് വെച്ചിട്ടിട്ട് ഞാൻ ചീനമുളക് പൊട്ടിക്കണേ. അല്ലാതെ ഒന്നും സമ്മതിക്കില്ല കേട്ടോ ചീനമുളക് പൊട്ടിക്കാൻ. അപ്പോൾ ഞാൻ കുറേയൊക്കെ ചീനമുളക് പൊട്ടിച്ചു. പിന്നെ കുറച്ചൊക്കെ അവരും പൊട്ടിച്ചു കേട്ടോ. കാരണം എന്താ പറയുക, ഇങ്ങനെ നുള്ളി എടുക്കുമ്പോഴേ കൈൻ്റെ വിരലിൻ്റെ അവിടെ അങ്ങനെ വേദനയ്ക്ക് നീറും ചെയ്യുക. കാരണം ചീനമുളകല്ലേ. അപ്പോൾ കുറേ പഴുത്തത് കൊടുത്തിട്ടോ വിത്തിന് വേണ്ടിയിട്ട്. ഇനി ഞാൻ ചമ്മന്തി അരയ്ക്കാൻ പഴുത്തത് നല്ല രസം ഉണ്ടാവുമേ. അപ്പോൾ ഞാൻ കുറച്ച് പുളിഞ്ഞൊക്കെ ഇട്ടിട്ട് ചമ്മന്തി അരയ്ക്കാൻ വിചാരിച്ചിട്ട് കുറച്ച് പഴുത്തത് കുറച്ചെടുത്തിട്ടുണ്ട്. അങ്ങനെ കുറേയൊക്കെ പൊട്ടിച്ച് പിന്നെ പൊട്ടിച്ച് മതിയായി. അപ്പോൾ ഞാൻ പിന്നെ കുറച്ചേ പൊട്ടിച്ചോളൂ കേട്ടോ. കാരണം പൊട്ടിക്കാൻ ഭയങ്കര പണിയാണ്. കുറേ നേരം നിൽക്കുന്നതാണ് ഇത് പൊട്ടിക്കണമെങ്കിൽ. അപ്പോൾ അമ്പാടിയാണെങ്കിൽ ഇങ്ങനെ ഒക്കത്തിരുന്ന് ഇതാവുകൊണ്ട് പേടി. കാരണം പക്ഷെ അറിയാതെ നീറുമെന്നൊക്കെ വിചാരിച്ചിട്ട്. അപ്പോൾ കുറച്ചൊക്കെ പിന്നെ അവരും പൊട്ടിച്ചെന്നു. അപ്പോൾ ഇപ്പോൾ നമുക്ക് ഇതിങ്ങനെയൊക്കെ സുർക്കിലിട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും കറിയില്ലാത്ത സമയത്തൊക്കെ നമുക്ക് മോരുണ്ടെങ്കിലും ഇത് ഉടച്ചിട്ട് തിന്നാലോ. അപ്പോൾ ഏട്ടന് ഭയങ്കര ഇഷ്ടം കേട്ടോ ഇങ്ങനെ ചീനമുളക് കൂട്ടിയിട്ട് മോരൊക്കെ ഉണ്ടെങ്കിൽ രാവിലെ ചോറിലിട്ടാട്ടോ പോവുക പണിക്ക് പോകുമ്പോൾ. അപ്പോൾ ഞാനിന്ന് ചീനമുളക് ഇങ്ങനെ സുർക്കിലിട്ടേക്ക്. അപ്പോൾ അത് കൂട്ടിയിട്ട് അടച്ചപ്പോൾ ചോറിലിട്ട് പോകില്ല മോരൊക്കെ ഉണ്ടായി. അപ്പോൾ ഞാനിന്ന് സമ്മന്തി ഇന്നിപ്പോൾ ഞാൻ കറിയൊന്നും ഉണ്ടാക്കില്ല വിചാരിച്ചു. സമ്മന്തി അരക്കും ചെയ്യാം, മോര് ഇരിക്കില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ഞാൻ സമ്മന്തി ചീനമുളക് പുളിഞ്ഞൊക്കെ ഇട്ടിട്ട് സമ്മന്തി അരക്കണം. നല്ല രസമായിട്ടത്. അപ്പോൾ ഞാൻ ഇരിക്കുന്ന അങ്ങനെ ചെയ്യാൻ കരുതി. അപ്പോൾ കുറച്ച് ചീനമുളക് ഞാൻ പഴുത്തതൊക്കെ മാറ്റി വെച്ചു. പിന്നെ സമ്മന്തി അരയ്ക്കാനും കുറച്ച് പിന്നെ വിത്തിടാനും വേണ്ടിയിട്ട്. അപ്പോൾ ഒക്കെ വീട്ടിൽ കൊടുന്ന് ഒക്കെ കഴുകി വൃത്തിയാക്കണം. അപ്പോൾ ഞാനൊക്കെ കൊടുന്നു ഇനി കഴുകി വൃത്തിയാക്കട്ടെ. അപ്പോൾ കുറച്ച് വെള്ളത്തിൽ കഴുകി നല്ല വൃത്തിയാക്കി എടുത്ത് ഒന്ന് തുടച്ചെടുത്തിട്ടോ. എന്നിട്ട് ഞാൻ സുർക്കിലിട്ട് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ 2-3 ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് എടുത്താൽ ചോറിക്കൊക്കെ എടുക്കാം കേട്ടോ. അപ്പോൾ എന്താ പറയുക, പിന്നെ അവിടെ വെള്ള ചീനമുളക് ഉണ്ടായിരുന്നു കേട്ടോ. വെള്ള ചീനമുളക്, പേപ്പർ മുളക് കറി. അപ്പോൾ അതിൻ്റെ വിത്തും കുറച്ച് കൊടുത്തിട്ടുണ്ട്, എന്താ പറയുക, വിത്തിടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ കേട്ടോ. നിങ്ങളെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ.